എന്റെ കലിപ്പൻ. രചന ഫർസാന ഫർസു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. റീനു, എണീക്കടി പെണ്ണെ, സമയം എത്രയാണെന്ന വിചാരം? മോളെ റീനു, ഉമ്മീന്റെ മോളെ. റിയ, നീ പോത്തെ. അയ്യോ, നിന്റെ ഉമ്മീനെ തല്ലിയേ. ഞെട്ടിയോണൊന്ന് എന്നെ ഭദ്രകാളിയെ പോലെ നോക്കി നിൽക്കുന്ന ഉമ്മി. എന്താ ഉമ്മി? സമയം നോക്കടി. അല്ലാവേ, 7:40. പടച്ചോനിന്റെ ബസ്. എന്തുമ്മീനെ വിളിക്കാഞ്ഞേ? ഉമ്മീനെ നോക്കാതെ വേഗം ഓടി ബാത്റൂമിലേക്ക്. കുളിച്ച് ഫ്രഷായി ബാഗ് എടുത്ത് താഴേക്ക് ഇറങ്ങി. ടൈം 8:15. പടച്ചോനെ. ടേബിളിലുള്ള ലഞ്ച് ബോക്സ് ബാഗിൽ വെച്ച് അടുത്തുള്ള ചായ ഒറ്റവലിക്ക് കുടിച്ച് ഓടി റീനു. കടി വേണ്ടടി പെണ്ണെ, എനക്ക് കഴിച്ചിട്ട് പോ. പൊന്നുമ്മ നേരില്ല, എന്റെ ബസ്. ഉമ്മ എന്തൊക്കെയോ പിറിവിറിക്കുന്നുണ്ട്. നേരത്തെ എണീക്കായിട്ടാണ് തോന്നുന്നു. ഇതാണ് സ്കൂളെത്താനുള്ള ലാസ്റ്റ് ബസ്. ഇത് മിസ്സായി ഞാൻ എന്തായാലും ലേറ്റ് ആവും. സാധാരണ ഞാൻ ഈ ബസ് ഓടിച്ചു പിടിക്കാറാണ് പതിവ്. ഞാൻ ഓടുന്നുണ്ടാൽ PT ഒന്നുമില്ല. വീട്ടിൽ നിന്ന് 10 മിനിറ്റ് കൊണ്ട് ബസ് സ്റ്റോപ്പിലേക്ക്. നമ്മളത് 5 മിനിറ്റ് ആക്കും. സ്റ്റോപ്പിലൊറ്റ മനുഷ്യനില്ല. ബസ് പോയല്ലോ പടച്ചോനെ. നെക്സ്റ്റ് ബസ് വരുമ്പോഴേക്കും ലേറ്റ് ആവുമല്ലോ. എന്താക്കും? ഇന്ന് ചാക്കോ സാർ ഉണ്ടാവില്ല. അയാൾ ഇന്നലെ റിട്ടയർഡ് ആയത്. അപ്പൊ പിന്നെ പേടിക്കാനില്ല. ചാക്കോ സാർ അക്കൗണ്ടൻസിന്റെ സാറാണ്. നന്നായിട്ട് പഠിപ്പിക്കും. എൻ്റെ ഫേവറേറ്റ് ആണ് അക്കൗണ്ടിങ്. ഞങ്ങളുടെ ക്ലാസ് സാറാണ്. നെക്സ്റ്റ് ബസ്സിൽ സ്കൂളിലെത്തി. എന്ത് സമാധാനം നിറഞ്ഞ അന്തരീക്ഷം. ഞാനും C2Bയിലേക്ക് നടന്നു. ക്ലാസ് ഭയങ്കരമായൊരു നിശബ്ദത. എന്തു പറ്റി? പടച്ചോനെ, ആരും ഉണ്ടല്ലോ. ആളെ കണ്ടത് ഞാൻ അവിടെ തന്നെ നിന്നു. ക്ലാസ്സിൽ മേശയിൽ ചാരി നിൽക്കുന്ന ഒരു ചുള്ളൻ. നല്ല ഹൈറ്റും മസിലും കട്ടത്താടിയും. പിന്നെ എന്ത് വേണം? ഞാൻ അയാളെ തന്നെ നോക്കി നിന്നു. മേ കമിൻ സർ? ഇങ്ങോട്ടുള്ളതാണോ? ടൈം എത്രയായി? ഗൗരവത്തോടുള്ള അയാളുടെ ചോദ്യം ഞാൻ പേടിച്ചു. അത് ബസ്. ടൈം എത്രയാന്ന്? 9:35. ഈ നേരത്താണോ കയറി വരുന്നത്? അല്ല, ഇന്ന് ബസ് മിസ്സായി. അതെന്തു പറ്റി? ബസ് ഇയാളെ കാത്തുന്നില്ലേ? അയാൾ പരിഹാസത്തോടെ പറഞ്ഞു. കൂട്ടത്തോടെ എല്ലാം കൂടി ചിരിച്ചു. എനിക്കങ്ങോട്ട് കലിപ്പടിച്ച് കയറി. ഏതേ കോന്തൻ? കേറിക്കോ, ഇനി ആവർത്തിക്കരുത്. ഫസ്റ്റ് ആണൊന്നും പറയുന്നില്ല. ഈ പറഞ്ഞ പിന്നെ എന്താണാവോ? ഞാൻ ബെഞ്ചിൽ പോയിരുന്നു. അവിടെ എൻ്റെ ചങ്സിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഒന്നും മിണ്ടാതെ പോയിരുന്നു. സുബിന, ഏതാടി ഇയാള്? അക്കൗണ്ടിങ്ങിന്റെ പുതിയ സാറാണ്. ചാക്കോ സാറിന് പകരം. പേര് അഫ്സല്. കല്യാണം കഴിഞ്ഞിട്ടില്ല. എന്താ കെട്ടാഞ്ഞൊന്നുകൂടി ചോദിച്ചൂടായിരുന്നോ? ചോദിക്കാം, സമയമുണ്ടല്ലോ. എന്തറിയൂ നീ വൈകിയേ? പതിപോലെ എണീക്കാൻ ലേറ്റായി കാണും. ഇത് 3 കുരിപ്പാണ്ടിന്റെ ചങ്സ്. പക്ക ആലമ്പാണേലും നമ്മൾ അടിപൊളിയാ. ഇയാൾ എന്തിനാണോ കെട്ടിയെടുത്ത്? എന്താടി സാറിന് കുഴപ്പം? മൊഞ്ച്. എന്ത് രസാ കാണാൻ. അക്കൗണ്ടിങ് ഒന്നും അറിയില്ലെങ്കിലും അയാളെ നമുക്കിങ്ങനെ നോക്കി നിൽക്കാലോ. എനിക്കിഷ്ടായില്ല. മരമാക്രി. ഒന്ന് പോടി, നിന്നെ കുടഞ്ഞുള്ള ദേഷ്യം നിനക്ക്. ഒരു പ്രോബ്ലം തന്നുപോയി പണ്ടാരം. റിയു, നിന്റെ കള്ളത്തിലൊന്നും അയാളെടുത്ത് നടക്കൂല മോളെ. പിന്നെ അയാളെന്നെ കടിച്ചു തിന്നോ? ക്ലാസ് കഴിഞ്ഞ് സ്റ്റോപ്പിലെത്തോളം 3 അയാളെ കുറിച്ചുള്ള മത്തം പറയായിരുന്നു. ഇടയ്ക്കിനെ ദേഷ്യം പിടിപ്പിക്കാൻ ഓരോന്നും പറയുന്നുണ്ടായിരുന്നു. ഞാനും വിട്ടുകൊടുത്തില്ല. 3 ഒരു സ്വൈര്യം തരും എനിക്ക്. അയ്യോ, ആരും മിണ്ടല്ലേ. റീമോൾക്ക് സ്വൈര്യം കൊടുക്കൂ. ദ്യാസ്നേനെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അവർ ചിരിച്ച് കളിയാക്കി. സ്റ്റോപ്പിലെത്തി. 3 മിണ്ടാതെ ബസ്സിൽ കയറി. ഉമ്മി, എത്തിയോ? ഇത്തെത്തിയോ ഉമ്മി? ഇല്ല, ഓള് വരുന്നേ ഉള്ളൂ. നീ കുളിച്ചു വാ. ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാ കുളിക്കാനൊന്നും വയ്യ. നീ പോയി കുളിക്കടി, നാറുന്നു. ആണോ? ഉമ്മാനെ കെട്ടിപ്പിടിച്ചു. ഉണ്ണിയപ്പേട്ട പാത്രം എടുത്ത് ഓടി. ആളിൽ പോയിരുന്ന് തിന്നാൻ തുടങ്ങി. എന്താ രസം. അയ്യോ, ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. രാവിലെ ടൈമില്ലായിരുന്നു, സോറി കേട്ടോ. ഞാനേ സലാഹുദ്ദീൻ്റെയും സൂര്യയുടെയും 2ാമത്തെ മകള് സുന്ദരിയും സുമുഖിയായ റീനു എന്ന റിയാസെ. ഉപ്പ ഗൾഫിലാണ്, ചെറിയ ബിസിനസ് നടത്തുക. എനിക്കൊരു ഇത്തിയ അനിയനുണ്ട്. അനിയൻ റസീൽ എന്ന റിച്ചു. എൻ്റെ ഒരേ ഒരു പാര 8 പഠിക്കുന്നു. ഇത്ര ഇഹാന മൂത്താപ്പാൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുക. എൻ്റെ എല്ലാ കാര്യവും ഇത്താനോടൊന്നും പറയില്ലേ. ഇത്തി അങ്ങനെ തന്നെയാ. ഞങ്ങളിതുവരെ പിണങ്ങിയിട്ടില്ല. എൻ്റെ പൊന്ന, എൻ്റെ ഉമ്മയുടെ സ്ഥാനത്താ. ഇത്താൻ്റെ കല്യാണം കഴിഞ്ഞ ദാ വന്നല്ലോ ഉദ്യോഗസ്ഥ. റീനു, ഈ എന്താ കഴിക്കുന്നേ? ഉമ്മീൻ്റെ ചീഞ്ഞ ഉണ്ണിയപ്പം. വേണേ കഴിച്ചാ മതി. അടുക്കളയിൽ നിന്ന് ഉമ്മി. കുടിക്കാതെയാണോ കഴിക്കുന്നേ? ബാഗ് കൂടി കൊണ്ടുവച്ചില്ലല്ലോ. നീ കുളിച്ചിട്ട് കഴിച്ചാ പോരെ? പോയി കുളിക്ക്. ഇത്ത് പോയി കുളിക്ക്. അണ്ണാച്ചി, പോയി കുളിക്കടി. അണ്ണാച്ചി, എനിക്കാൻ തരാം കേട്ടോ. രാത്രി പഠിക്കാനിരുന്നു. അക്കൗണ്ടിങ് പ്രോബ്ലം ഉണ്ട് ചെയ്യാൻ. എനിക്കൊന്നും വയ്യ, ഒന്നിനും തൊടുന്നില്ല. അയാൾ അങ്ങനെ പറഞ്ഞു തന്നിട്ട് ഞാനെന്തിനും പഠിക്കാതിരിക്കണം? അയാൾ എല്ലാവരുടെയും വെച്ച് എന്നെ പരിഹസിച്ചു. കരിപ്പ് വീണ്ടും കയറി. അല്ല റീനു, ചാക്കോ സാറിന് വരെ വേറെ ആരെങ്കിലും വന്നോ? സാറെങ്ങനെയുണ്ട്? പഠിപ്പിക്കോ? എനിക്കൊന്നും അറിയില്ല. എന്താ പറ്റിയത് ഇത്താതെ മോൾക്ക്? ഒന്നുമില്ല. എന്തുണ്ടല്ലോ? ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? നമ്മളോടൊന്നും പറയൂലല്ലേ. ഇനി അറിയാതെ പിണങ്ങാതെ ഒന്നും പറയണ്ട. ഒരു പണ്ടാര സാറ് വന്നു. അയാളുടെ ഒരു ചാട. വെറുതെ അല്ല, നിനക്ക് ഉടഞ്ഞാണോ അല്ലേ? ഇതൊക്കെ എങ്ങനെ മനസ്സിലായി? നിനക്ക് ദേഷ്യം വരെ ഇതൊക്കെ പോരെ. എന്നിട്ട് ബാക്കി വിശദമായി പറഞ്ഞു കൊടുത്തു. ഇത്തിരുന്ന് ചിരിക്കാണ്.
എൻ്റെ റീനു, ഈ നിസ്സാര കാര്യത്തിനാണ് നീ കലിപ്പായിട്ടിരിക്കുന്നത്. നിസ്സാര കാര്യമൊന്നുമല്ല. അയാൾ എല്ലാവരുടെ ഇടയിൽ നിനക്കൊരു ചെറിയ കാര്യം കിട്ടിയാൽ മതി. നിന്റെ പെണ്ണെ, അയാൾ പറഞ്ഞില്ലെന്താ തെറ്റ്? നീ നേരം വൈകിട്ടല്ലേ? അയാളൊരു സാറാണ്, അത് നീ മറക്കല്ലേ? എനിക്കൊരു തെറ്റും തോന്നിയില്ല. എന്നെ മോള് പഠിക്കാൻ നോക്ക്. വെറുതെ അയാളുടെ പേരും പറഞ്ഞ് പഠിക്കാതിരിക്കണ്ട. ഈത്ത പോയി, ഞാൻ അക്കൗണ്ട് പ്രോബ്ലം ചെയ്തു. ഫുഡ് കഴിച്ച് കിടന്നു. ഈത്ത പറഞ്ഞാലും കാര്യമുണ്ട്. അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഞാൻ നേരം വൈകിയോണ്ടല്ലേ. ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ ഉറങ്ങി. രാവിലെ എന്നെ വിളിക്കാൻ വന്ന ഉമ്മ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. എങ്ങനെ നോക്കാതിരിക്കും? ഞാൻ കുളിച്ചൊരുങ്ങി നിൽക്കുകയാണ്. സാധാരണ ഞാൻ മൂടിപ്പോച്ച് കിടക്കലല്ലേ ഇന്നേരത്ത്. എന്താ ഉമ്മി, നീ എവിടേക്കാ? സ്കൂൾക്ക്. അവിടേക്ക് തന്നെയാണോ? എന്നാലും അനക്ക് എന്താ പറ്റിയേ? ഉമ്മി ചിന്തിച്ചുകൂടി. ഞാൻ പോവാ. ഞാൻ ബാഗ് എടുത്ത് താഴേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു ഇത്തി റിച്ചു. അവരെന്നെ തന്നെ നോക്കിക്കുന്നു. ഞാൻ അവരുടെ അടുത്തിരുന്നു. ആഹാ, ഇഡ്ലിയും ചട്നി. കുറെ കാലം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്. അതിന്റെ ആർത്തിയിൽ വെട്ടി വിഴുങ്ങുമ്പോഴും റിച്ചു ഇനിയും തന്നെ നോക്കി നിൽക്കുകയാണ്. അവരുടെ ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അത് നല്ലതാ, കളിയാക്കൽ വരില്ലല്ലോ. കഴിച്ചു കഴിഞ്ഞ് ഇത്തയും റിച്ചു ഒപ്പമാണ് പോവാറ്. ഈത്ത ബൈക്ക് കയറി. വേഗം ഓടി ഞാൻ ബൈക്കിൽ കയറി. റിച്ചു കരിപ്പോൾ എന്നെ നോക്കുന്നുണ്ട്. ഈ കുരിപ്പ് എന്തിനാ പെണീറ്റേ? പണ്ടാരം പോടാ എന്ന് സൂചിച്ച് പോകാറില്ലേ നീ? ഇന്ന് ഞാൻ പോട്ടെ. ഡി ഉമ്മി, ബഹളം കേട്ട് ഉമ്മ വന്നു. എന്താ ഇവിടെ? ഉമ്മി ഇത് നോക്ക് റീനു. നിനക്ക് നടന്നാ പോലെ റീനു, ടൈം ഉണ്ടല്ലോ. പോരാ, ഇത്താരുടെ കൂടെ പോണം. ഉമ്മി ഇവൾക്ക് വേറെന്തോ ദുരുദ്ദേശമുണ്ട്. ഉണ്ട്, നിന്നെ കൊല്ലാൻ. നീ നേരത്തെ പോന്ന് ചെക്കന്മാരെ കാണാനല്ലേ? അതെ, എന്തിയെ? ഉമ്മി കണ്ടോ? ഒന്ന് പോടാ, എന്റെ കുട്ടി അങ്ങനൊന്നും ചെയ്യൂല. ഓൾക്കുള്ള ചെക്കൻ നമ്മൾ കണ്ടെത്തിയതല്ലേ? ഇളിഞ്ഞ ശരിയോട് ഉമ്മി പറഞ്ഞു. ഉമ്മി, ദേ നിങ്ങൾ കണ്ടെത്തിയോണ്ടൊന്നല്ല, അല്ലെങ്കിൽ ആ പണി ഞാൻ പോവില്ല. ദേഷ്യത്തോടെ അവിടുന്ന് ഇറങ്ങി. എന്നെ സ്റ്റോപ്പിലിറക്കി അവർ പോയി. അല്ല, നിങ്ങളെന്താ മിഴിച്ചു നോക്കുന്നത്? ഉമ്മി പറഞ്ഞാണോ? അതൊന്നുമില്ല. ഉപ്പാന്റെ ഫ്രണ്ടും ബിസിനസ് പാർട്ണറുടെ മകനുമായിട്ട് എന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കണം. അകന്ന ബന്ധുവാണ്. ഇപ്പോഴൊന്നുമല്ല, ചെറുപ്പത്തില് കുടുംബമുറിയുടെ നേരിയാണ് ഉറപ്പിക്കൽ വരെ ആയത്. ആ ഒരു ഫാമിലി ഫുള്ള് ഗൾഫിലാണ്. അതും പറഞ്ഞ് ചെറുപ്പം തൊട്ട് എന്നെ ടോർച്ചർ ചെയ്യാം എല്ലാവരും കൂടി. ഞാൻ ചെക്കനെ ഫാമിലിയോ കണ്ടിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടുമില്ല. ഉമ്മീനോട് പറഞ്ഞില്ലേ ഞാൻ പ്രണയിക്കില്ലാന്ന്. അതിന് വേറെ കാര്യമുണ്ട്. ദാ ബസ് വന്നു. ബസ് കയറി. സ്കൂളിലെത്തി. ക്ലാസ്സിൽ ആരുമില്ല. ഞാൻ ബെഞ്ചിലിരുന്നു. ഓരോരുത്തരും ക്ലാസ്സിൽ വരുമ്പോഴും എന്നെ തുറിച്ചു നോക്കുന്നു. ഞാൻ വിളിച്ചു. പിന്നെ സുബിന. അല്ല, ഇതാര്? എന്താ ഇപ്പൊ പറ്റിയേ? എന്തു പറ്റാ? നീ എന്താ പുറത്തേക്ക് നോക്കുന്നേ? വല്ല കാക്കയും. ഡി, ഞാൻ അവളെ നുള്ളി. ആ ഡി, നീ പ്രോബ്ലം ചെയ്തോ? ആ ചെയ്തു. നീയോ? എന്തു പറ്റി? നീ ചെയ്യൂലായിരുന്നല്ലോ. ആന തേങ്ങാന്നൊക്കെ പറഞ്ഞിട്ട്. അയാളുടെ ദേഷ്യത്തിൽ നിന്ന് ഞാൻ പഠിക്കാതിരിക്കുന്നത്. ഉവ്വേ, ദേ മറ്റൊരിപ്പോഴും വന്നു. രണ്ടും ഇന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഏൽക്കില്ല മക്കളെ, വീട്ടിൽ നിന്നേ തുടങ്ങിയതാ. അല്ല സുബിന, ഇതിനെ എവിടെ നീട്ടി? ഇവിടെ വായി നോക്കിക്കുന്നു. പൊടി. ബെല്ലടിച്ചു. ക്ലാസ്സിൽ സാറ് വന്നു. അറ്റൻഡൻസ് എടുത്തു. ഇന്നലെ തന്ന പ്രോബ്ലം ആൻസർ ബോർഡിൽ എഴുതി. പിന്നെ ഒരു പ്രോബ്ലം തന്നു. അത് ഞാൻ നോട്ടിൽ എഴുതി. ഈ പ്രോബ്ലം ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇന്നലെ നേരം വൈകി വന്ന കുട്ടി എഴുതൂ. ഞാനൊന്ന് ഞെട്ടി. എല്ലാവരും നോക്കി ചിരിക്കുന്നു. ഇയാളിത്. ഞാൻ പോയി പ്രോബ്ലം ചെയ്യാൻ തുടങ്ങി. സാറ് പുഞ്ചിരിയോടെ എന്നെ നോക്കുന്നുണ്ട്. ഗുഡ്. അല്ലെങ്കിൽ ഞാൻ കുട്ടി തന്നെയാ. ഇയാൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇയാളുടെ പേരെന്താ? ഇയാൾക്ക് എന്തിനാണോ ഇനി പേര് വിളിച്ച് പരിഹസിക്കാനാവും. ഡോ, റിയാസീൻ. ഓ, ബെഞ്ചിൽ പോയിരുന്നു. അതെ, വൈകി വന്ന കുട്ടിയൊന്ന് നീങ്ങോ, സ്ഥലമില്ല. ഡി, ഇന്റർവെല്ലായി. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. റിയ, എന്താ രാഹുൽ? എനിക്കൊരു ഉപകാരം ചെയ്യോ? പറ. പൈസ കണി മോനെ, എൻ്റെ ഒന്നുമില്ല. എടി, അതൊന്നുമല്ല. പിന്നെ ഒരു കുട്ടീനെ സെറ്റാക്കി തരുമോ? +1 ആണെങ്കിൽ എന്നെ കിട്ടില്ല. അവർക്ക് മുടിഞ്ഞ ചാടയാ. അവർക്ക് ആര് നോക്കുന്നു? നമ്മളെ പൊഞ്ചത്തി കുട്ടി ഹൈസ്കൂളിലാണ്. ഹൈസ്കൂളിലോ? ആ, 8ല്. പിഞ്ചു കുഞ്ഞാണല്ലോടാ. പിന്നെ ലാസ്റ്റ് ആക്കെ തന്നെ കിട്ടുള്ളൂ. ബാക്കിയൊക്കെ വർത്തിട്ട് പോവില്ലേ? അപ്പൊ നീ സീരിയസ് ആണോ? ആ. അങ്ങനെ എന്നെയും കൂട്ടി ഹൈസ്കൂളിലെത്തി. അവിടെ കൂട്ടുകാരുടെ ഇടയിൽ നിൽക്കുന്ന സുന്ദരി പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചു. നിഷ്കളങ്കതയുടെ ചിരിയാൽ വാരി ഉതറിയ ഒരു കുഞ്ഞി മുഖം, മെലിഞ്ഞ ശരീരം. അവളുടെ മുടി കാറ്റത്ത് പാറുന്നുണ്ട്. എന്തോ ഒരുപാട് ഇഷ്ടമായി. ഒരടുപ്പുള്ള പോലെ. വേണോടാ? എടി, അത്രയ്ക്ക് ഇഷ്ടമായോണ്ടാ. ആ, ഞാൻ പോവാറിയാ. ഞാൻ അവളിലേക്ക് നടന്നു. കാര്യമായിട്ട് എന്തോ ചർച്ചയിലാണ് അവർ. നേയാ, ഒന്ന് വരുമോ? അവളെൻ്റെ അടുത്തേക്ക് വന്നു. ഹായ്, ഞാൻ റിയ. എന്തോ അവൻ പറഞ്ഞിട്ട് വന്ന. അവൻ നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. നിന്നോട് പറയണമെന്നുണ്ട്. അവന് നിന്നോടുള്ള സ്നേഹം സത്യമാണ്. ഇത്രയും പറഞ്ഞിട്ട് അവളൊന്നും മിണ്ടിയില്ല. ചെറുപുഞ്ചിരിയോട് തിരിഞ്ഞടന്നു. ഡി, എന്തായി? എന്താവാൻ? അവളൊന്നും പറഞ്ഞില്ല. നീ കാര്യങ്ങൾ പറഞ്ഞോ? ആ. എന്തിനൊന്നും സംസാരിച്ചില്ലേ? ചിരിച്ചു ചെറുതായിട്ട്. ഞാൻ ക്ലാസ്സിൽ കയറി. എന്തായി? അതൊരു പാവം പെൺകുട്ടിയാ, കണ്ടാലറിയാം. എൻ്റെ റഷ്യൻ്റെ പോലെ തോന്നി. പറഞ്ഞോ? അവളൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭയങ്കര ചാടയാ. അങ്ങനെയൊന്നും ആ കുട്ടിയുടെ മുഖത്ത് കണ്ടില്ല. ലഞ്ച് ബ്രേക്കായി. ഭക്ഷണം കഴിക്കാനിരുന്നു. എനിക്ക് വേണ്ടക്ക, സുബിക്കും വേണ്ടക്ക, ഹസ്നി, നീതു, ഉരുളക്കിഴങ്ങ്. പിന്നെ ഒരു ആശ്വാസം സുബിന്റെ അച്ചാറാണ്. അതിന്റെ തല്ലും തിരക്കും കഴിഞ്ഞ് ക്ഷീണിച്ചു. സുബിനെ അച്ചാർ കൊണ്ടുവരില്ലാന്ന് വരെ എത്തി. അങ്ങനെ പറയല്ലേ മുത്തേ. കൈ കഴുകി പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളുടെ ക്ലാസ്സിന്റെ അപ്പുറത്തൊരു വലിയ ആലുണ്ട്. അതിന്റെ ചുറ്റും വേരുകളാൽ നിറഞ്ഞിരുന്നു.
അവിടെ എന്നും പോയിരിക്കും. അതിലൊരു പേര് ഞങ്ങൾക്കുള്ളതാണ്. അവിടെ ജൂനിയേഴ്സ് വരാറില്ല. ഞങ്ങളവിടെ പോയി കത്തിയടിക്കൽ തുടങ്ങി. അടുത്തുള്ള കടയിൽ നിന്ന് മിഠായി വാങ്ങി. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറേ സമയമുണ്ട്. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലൊരു വലിയ കാറുണ്ട്. ആരായിരിക്കും ആ കോലായില്? അമ്മായിക്കാക്ക പത്രം വായിക്കുന്നു. അമ്മായിക്കാക്ക എപ്പോ വന്നു? ആ റീനോ ഇപ്പൊ വരുവാ. നിങ്ങൾ മാത്രമേ ഉള്ളൂ? അല്ല, എല്ലാരും ഉണ്ട്. അതേ ചെല്ല്. ആഷിഖിക്കയും റിച്ചും മൊബൈൽ കളിക്കുകയാണ്. ആഷിഖിക്ക അമ്മായിന്റെ വലിയ മോൻ, എന്റെ ഇത്താന്റെ ഒപ്പമുള്ളതാണ്. ചെക്കന്റെ കല്യാണമാണ്, അത് പറയാനാണ് വന്നത്. അമ്മായിക്കാക്ക കോഴിക്കോട് ഗവൺമെന്റ് കോളേജിൽ പ്രൊഫസറാണ്. അതുകൊണ്ട് തന്നെ ഫാമിലി അടക്കം അവിടെ സെറ്റിൽഡ് ആണ്. അമ്മായിക്കാക്കാന്റെ ഫാമിലിയും അമ്മായിന്റെ ഫാമിലിയും മലപ്പുറത്ത് തന്നെയാണ്. അതുകൊണ്ട് 2 ദിവസം ഇവിടെ നിന്ന് കല്യാണ പറച്ചിലാണ് പ്ലാന്. എന്റെ വീട്ടിലല്ല, തറവാട്ടില്. കല്യാണ ചെക്കന് ഇവിടെ കളിച്ചിരിക്കുക. ആഹാ, കാന്താരി വന്നോ? ഈ സമയത്തോടെ നീ വരാറ്? എങ്ങനെ, സ്കൂൾ ബസ്സിനോ? നോ, ലൈൻ ബസ്. അതെന്തേ? ഓൾക്ക് ചെക്കന്മാരെ കാണാൻ. അല്ല എന്ത്? ഞാൻ നിന്നോട് ചോദിച്ചോ? ആ അത് ശരിയാ, ഓസിക്ക് വായി നോക്കാലോ. മിണ്ടില്ല, പോ. ഞാൻ അടുക്കളയിൽ ചെന്നു. അവിടെ ഉമ്മി അമ്മായി എന്തൊക്കെയോ പറയുന്നുണ്ട്. അവിടെ അന്തം വിട്ട് നിൽക്കുന്ന അനുവിനെ മെല്ലെ വിളിച്ചു. അനിയ എന്ന അനു, അമ്മായിയുടെ ചെറിയ മോള്, എന്റെ സെയിം ഏജ്, ക്രൈം പാർട്ണർ. എന്താടി, എന്താ ഒരു സംസാരിക്കുന്നത്? ആ അമ്മായി, ആ മോള് വന്നോ? നീ ആകെ ക്ഷീണിച്ചു. ഒന്നും കഴിക്കാറില്ലേ താത്ത? ഇവള് പിന്നെ തീറ്റയ്ക്കൊന്നും കുഴപ്പമില്ല. എവിടേക്കാ പോണെന്ന് അറിയില്ല. അനു വിളിച്ചു. കല്യാണം പറിച്ചിലേക്ക് എവിടെ വരെയായി അമ്മായി? ഏറെക്കുറെ കഴിഞ്ഞ്. ഇനി മലപ്പുറത്തും കൂടി ഉണ്ട്. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം അമ്മായി. വാടി. അനുവിനെയും കൂട്ടി ഞാൻ റൂമിൽ പോയി. കുളിച്ചിട്ട് വേഗം വാടി, ഞാനിവിടെ നിൽക്കാം. ഞാൻ കുളിച്ചു. അവൾ ചുമരിൽ വരച്ച ചിത്രം നോക്കി നിൽക്കേ. എന്റെ റൂമിൽ വരച്ചിട്ടുണ്ട് കേട്ടോ. രസമുണ്ടോ? അടിപൊളി. അപ്പൊ കുഴപ്പമില്ല. നീ അടിപൊളിയെന്ന് പറഞ്ഞാൽ വലിയ സംഭവം. നീ ഉണ്ടടി തറവാട്ടിലേക്ക്? പിന്നെ ഞാനുണ്ട്. ഞാനില്ലാത്ത കച്ചവടം ഉണ്ടാവുമോ? നീ വരണ്ട, ഞാൻ വരും. അവളെയും കൂടി താഴോട്ട്. എല്ലാവരും ഹാളിൽ തന്നെയുണ്ട്. അനു, ചായ കുടിക്കാൻ വാ. റീനു, നീ ഇരിക്ക്. ആ, നമുക്കങ്ങനെ മടിയൊന്നുമില്ല. പിന്നെ എടുത്തു വെച്ച പലഹാരങ്ങൾ എന്നെ നോക്കി ചിരിച്ചോണ്ടിരിക്കുക. ഞാനിരുന്നു, റിച്ചു ഇരുന്നു. ഞങ്ങൾ ഇറങ്ങുക. കല്യാണത്തിന് 2 ദിവസം മുമ്പ് വരുമുണ്ട്. റീനു, നീ ഉണ്ടോ? ആ ഉമ്മി, ഞാൻ പോവാട്ടോ. അങ്ങനെ തറവാട്ടിലേക്ക്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.